എങ്ങനെയുണ്ട് സാർ നമ്മുടെ താർ റോക്സ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട്? റോക്സ് എന്താ പറയാനാണ്, നല്ല ഒരു ഒറ്റ വേർഡ് പറയുമെങ്കിൽ അവസം. എന്താ പറയുക, ഞാൻ ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വണ്ടിയുടെ ഹാൻഡ്ലിങ് ആയാലും ഡ്രൈവബിലിറ്റി ആയാലും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ താറിന് ആദ്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ റോഡ് പ്രസൻസ്, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി ലോഡഡ് വിത്ത് ഫീച്ചേഴ്സ്. ഇതില്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ 360 ക്യാമറ. അത് ക്യാമറ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ക്യാമറയുമാണ്. അതിന് പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും ഒക്കെ അത് ആ ക്യാമറ ഉള്ളതുകൊണ്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വണ്ടി ഇച്ചിരി വലിപ്പമുള്ള വണ്ടി കാരണം ഈ ക്യാമറയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിനായാലും ഇതേപോലെ സിറ്റി ഡ്രൈവിനായാലും പെട്ടെന്ന് വണ്ടി വരുമ്പോഴായാലും നമുക്ക് ആ ഫ്രണ്ട് ക്യാമറ ആയാലും ഓൺ ചെയ്ത് നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഡ്രൈവിങ് ആയാലും പാർക്ക് ചെയ്യുമ്പോഴായാലും ഒക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ഫീച്ചറാണ്. അത് ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഇതിലെടുത്ത് പറയേണ്ടത്. പിന്നെ ഇത് പനോരമിക് സൺറൂഫ് അതായാലും അത് ഈസി ടു ഹാൻഡിൽ എന്ന് വേണം പറയാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്കത് എന്താ പറയുക, ഓഫ് കോഴ്സ് ഇവിടെ ഡസ്റ്റും അതൊക്കെ ആണെങ്കിൽ പക്ഷേ നമ്മൾ ട്രിപ്പ് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കാം. നമ്മളിപ്പോൾ ഹൈ റേഞ്ചിലും എവിടെയൊക്കെ പോകുമ്പോഴോ ഇത് പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഇതിലും ഈ പനോരമിക് സൺറൂഫ് ഉണ്ടെങ്കിൽ അത് പിള്ളേർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പിന്നെ അകത്ത് നമുക്ക് AC ഇല്ലാണ്ട് തന്നെ ഓടിക്കാനുള്ള ഒരു ഫീച്ചറുമാണ്. പിന്നെ അത് നല്ലൊരു ഇതാണ്, ഫുള്ളി അത് കവേർഡാണ്. പിന്നെ ഇത് 4-wheel ഡ്രൈവിൻ്റെ അതിൻ്റെ മോഡ് മാറ്റാൻ വേണ്ടി വളരെ ഈസിയാണ്. താഴെ ഡ്രൈവിൽ പോയാൽ ഈ ലിവർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. വണ്ടി എവിടെയും നിർത്തേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്കിടയ്ക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. സെല്ലിൻ്റെ ഒരു സൗണ്ടേ കേൾക്കുന്നില്ല ശരിക്കും. ഞാൻ അതാണ് മ്യൂസിക് ഒന്നും ഓൺ ചെയ്യാണ്ട് ഇതിൽ മാത്രം നിൽക്കുന്നു. പക്ഷേ എൻജിൻ നോയ്സേ ഇല്ല, കംപ്ലീറ്റ്ലി നോ നോയ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഈ ക്യാബിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ വെളിയിൽ നിന്ന് നോക്കിയായിരുന്നു. സാധാരണ ഡീസൽ വെഹിക്കിളിൽ നിന്നുള്ള ആ ഒരു നോയ്സ് എന്തായാലും ഇതിൽ ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ഏത് റോഡിലും കൊണ്ടുപോയി കയറാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യൻ റോഡിൽ ഒന്നും എവിടെ ഇടവഴിയിൽ കൂടെയൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണിത്. പിന്നെ ഇത് അത് പ്ലസ് നമുക്കൊരു ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന, ലോങ് ഡ്രൈവിനായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. 700 എൻ്റെ ബുക്ക് ചെയ്തത് ഡെലിവറി എടുത്തത് SS മഹീന്ദ്രയിൽ നിന്നാണ്. അപ്പോൾ അവിടെ മറ്റേ സുരേഷ് എന്ന് പറഞ്ഞൊരു സെയിൽസ് ഓഫീസർ തന്നെയാണ് ഇത് നമ്മളായിട്ട് ഡീൽ ചെയ്തത്. പുള്ളിയുടെ ഡീലിങ്സ് നമുക്ക് ഭയങ്കര ഇമ്പ്രസീവാണ്.